SENSMED ആയുർവേദിക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് കഫക്കെട്ട്. തുടക്കത്തിൽ തന്നെ ഇത് മനസ്സിലാക്കി വേണ്ട പരിഹാരം കണ്ടില്ലെങ്കിൽ ഇത് വളരെ അപകടം വരുത്തിവെച്ചേക്കാം. ഇന്നത്തെ എപ്പിസോഡിൽ കഫക്കെട്ടിനെക്കുറിച്ചുള്ള ചില വിവരങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തുക. അവസാനം വരെയും ഈ എപ്പിസോഡ് ശ്രദ്ധിച്ചു കാണുക. ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ലൈക്കും ഷെയറും ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ജലദോഷം, പനി, അലർജി മുതലായി പല കാരണങ്ങളാലും കഫക്കെട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. കഫം കെട്ടി നിൽക്കുന്നത് ചുമ, ന്യൂമോണിയ, നെഞ്ചുരോഗങ്ങൾ, സൈനസൈറ്റിസ്, മൈഗ്രെയിൻ, തലയ്ക്ക് ഭാരം മുതലായ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. കഫക്കെട്ട് വേണ്ട രീതിയിൽ മാറ്റിയില്ലെങ്കിൽ അണുബാധയുണ്ടാവുകയും അത് അപകടകരമായ പല അവസ്ഥകളും ഉണ്ടാക്കുകയും ചെയ്യും. കഫക്കെട്ടിൻ്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ കഫക്കെട്ട് വരാതിരിക്കാൻ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു ആയുർവേദ മരുന്നിനെക്കുറിച്ച് ഞാൻ ഇന്ന് പ്രതിപാദിക്കാം. എന്നാൽ ഒരു കാര്യം എല്ലാവരും വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കഫക്കെട്ട് വർദ്ധിക്കുകയും കഫത്തിൽ അണുബാധ ഉണ്ടാവുകയും ചെയ്താൽ പിന്നെ സ്വയം ചികിത്സകൾ മാത്രം ചെയ്യുന്നത് പലപ്പോഴും അപകടകരമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയേക്കാം. അതിനാൽ വിദഗ്ധരായ ആയുർവേദ ഡോക്ടർമാരെയും ആയുർവേദ ക്ലിനിക്കുകളെയും സമീപിച്ച് അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഗുണമേന്മയുള്ള മരുന്നുകളും ചികിത്സകളും കൈക്കൊള്ളേണ്ടതാണ്. പാർശ്വഫലങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത നല്ല ചികിത്സാ രീതികളും ഔഷധങ്ങളും ആയുർവേദത്തിൽ ലഭ്യമാണ്. എന്നാൽ കഫക്കെട്ട് വരാതിരിക്കാനും കഫക്കെട്ടിൻ്റെ ആരംഭത്തിലും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ആയുർവേദ ചികിത്സാ രീതിയാണ് ഞാൻ വിവരിക്കുന്നത്. വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുനാരങ്ങയും ചേർത്ത് തയ്യാറാക്കാവുന്ന ഒരു പാനീയം. ഇവ കഫക്കെട്ടിന് മാത്രമല്ല, ഇവയുടെ ഉപയോഗം കൊണ്ട് ആരോഗ്യപരമായ പല ഗുണങ്ങളും ലഭിക്കുന്നതാണ്. 7 അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞ് കഴുകി ചെറിയ കഷണങ്ങളാക്കി നുറുക്കുക. 1 കഷണം ഇഞ്ചി ഇതോടൊപ്പം അരിഞ്ഞിടുക. പകുതി ചെറുനാരങ്ങ തൊലിയോടുകൂടി ചെറു കഷണങ്ങളാക്കി ഇതിൽ മുറിച്ചിടുക. ഇതെല്ലാം ഒരു പാത്രത്തിലാക്കി 1 ഗ്ലാസ് വെള്ളമൊഴിച്ച് കുറഞ്ഞ ചൂടിൽ തിളപ്പിക്കുക. അല്പനേരം തിളച്ച് കഴിഞ്ഞ് ഈ പാനീയം പകർന്നെടുത്ത് ഇളം ചൂടോടുകൂടി കുടിക്കാം. ഇതിൽ നാരങ്ങ തൊലിയോടുകൂടി ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം നാരങ്ങാത്തൊലിയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളും മറ്റ് പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഇതിന് അല്പം കയ്പ്പ് രസമുണ്ടായിരിക്കും. ഇനി നാരങ്ങ തൊലി കളഞ്ഞും ഉപയോഗിക്കാം. ഈ പാനീയത്തിൽ അടങ്ങിയിരിക്കുന്ന വെളുത്തുള്ളി അണുനാശിനിയാണ്. ബാക്ടീരിയ, ഫംഗൽ, വൈറൽ ഇൻഫെക്ഷനുകളെ ചെറുക്കുന്നതിനുള്ള കഴിവ് ഇതിനുണ്ട്. ഇതിലടങ്ങിയിരിക്കുന്ന അലിസിൻ നല്ല ഒരു ആൻറ്റി ഓക്സിഡൻ്റാണ്. ഇത് ചുമയ്ക്കും കഫക്കെട്ടിനും വളരെ നല്ലതാണ്. കഫക്കെട്ട് കാരണം നെഞ്ചിലുണ്ടാകുന്ന അസ്വസ്ഥതകൾക്കും ഇത് വളരെ നല്ലതാണ്. ഈ പാനീയത്തിൽ അടങ്ങിയിരിക്കുന്ന ഇഞ്ചി ആരോഗ്യപരമായി ഏറെ ഗുണങ്ങളുള്ളതാണ്. അണുബാധയ്ക്കെതിരെ ഉപയോഗിക്കാവുന്ന നല്ലൊരു മരുന്നാണ് ഇഞ്ചി. ഇത് ചുമയ്ക്കും ജലദോഷത്തിനും കഫക്കെട്ടിനുമെല്ലാം ഉപയോഗിക്കാവുന്ന നല്ലൊരു ഔഷധമാണ്. ഈ പാനീയത്തിൽ അടങ്ങിയിരിക്കുന്ന ചെറുനാരങ്ങ ആൻറ്റി ഓക്സിഡൻ്റാണ്. അണുബാധകൾക്കെതിരെ പ്രവർത്തിക്കാൻ കഴിയുന്ന നല്ലൊരു ഔഷധമാണ്.
ചുമയും കഫക്കെട്ടും ജലദോഷവും മാറുന്നതിന് വളരെ നല്ലൊരു ഔഷധമാണിത്. ഈ പാനീയത്തോടൊപ്പം പനങ്കൽക്കണ്ടോ കരിപ്പട്ടിയോ ചേർത്ത് തയ്യാറാക്കാവുന്നതുമാണ്. ഇത് ആരോഗ്യപരമായി ഏറെ ഗുണങ്ങൾ നൽകും. ശരീരത്തിന് പ്രതിരോധശേഷി നൽകുന്നതിനും കഫക്കെട്ട് മാറാനും ഇത്തരം അസുഖങ്ങൾ വരാതിരിക്കാനും എല്ലാം തന്നെ ഈ പാനീയം വളരെ ഉത്തമമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒരു പാനീയമാണ് ഇത്. കൂടാതെ ഗ്യാസ്, അസിഡിറ്റി മുതലായ അസുഖങ്ങൾക്കും വളരെ നല്ലതാണ് ഈ പാനീയം. ഇവയുടെ ഉപയോഗം കൊണ്ട് കഫക്കെട്ടിന് കുറവ് വരുന്നില്ല എങ്കിൽ ആയുർവേദ ഡോക്ടർമാരെ കണ്ട് അവരുടെ നിർദ്ദേശമനുസരിച്ചുള്ള ചികിത്സകൾ തേടേണ്ടതാണ്. സെൻസ്മെഡ് ആയുർവേദിക്കിൽ വിദഗ്ധരായ ആയുർവേദ ഡോക്ടർമാരുടെ സേവനങ്ങളും ഗുണമേന്മയുള്ള ആയുർവേദ ഔഷധങ്ങളും ലഭ്യമാണെന്നുള്ള വിവരം ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. ഉപകാരപ്രദമായ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. അടുത്തറിയുക ആയുർവേദത്തെ.